ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് HTML എഡിറ്റേഴ്സിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, ആരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യല്ലേ. നിങ്ങൾക്ക് ആൾറെഡി എഡിറ്റേഴ്സിനെ കുറിച്ച് അറിയുമെങ്കിലും സ്കിപ്പ് ചെയ്യരുത്. കാരണം നമ്മൾ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാൻ പോകുന്നുണ്ട്. ഓക്കെ, സോ ആദ്യമായിട്ട് HTML ഓരോരുത്തർക്കും ഇഷ്ടപ്പെട്ട രീതിയിൽ നിങ്ങൾക്ക് ഏത് എഡിറ്റേഴ്സ് വേണമെങ്കിലും ഉപയോഗിക്കാം. ഇഷ്ടംപോലെ HTML എഡിറ്റേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ബ്രാക്കറ്റ്, വിഷ്വൽ സ്റ്റുഡിയോ, ഐഡിയ, ഒരുപാട് എഡിറ്റേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. ഏത് ID വേണമെങ്കിലും നിങ്ങൾക്ക് HTML ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. ഓക്കെ, സോ ഒത്തിരി എഡിറ്റേഴ്സ് അവൈലബിൾ ആണെങ്കിലും ഞാൻ അതിൻ്റെ അകത്ത് പ്രിഫർ ചെയ്യുന്നത് വിഷ്വൽ സ്റ്റുഡിയോ കോഡ് എന്ന് പറഞ്ഞ ഈ ഒരു എഡിറ്ററാണ്. ഇത് ഫ്രീ ആണ്. മൈക്രോസോഫ്റ്റിൻ്റെ തന്നെ സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് ഈ ഒരു വിഷ്വൽ സ്റ്റുഡിയോ കോഡ് ഡൗൺലോഡ് ചെയ്യാം. ഇല്ലെങ്കിൽ VS കോഡ് എന്ന് പറഞ്ഞ് ഗൂഗിളിൽ ജസ്റ്റ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ വിൻഡോസ് ആണെങ്കിലും മാക് ആണെങ്കിലും ലിനക്സ് ആണെങ്കിലും ഈ ഒരു വിഷ്വൽ സ്റ്റുഡിയോ കോഡ് എന്ന് പറഞ്ഞൊരു ID നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഇല്ലെങ്കിൽ കോഡ് എഡിറ്റർ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനാണ്. ഓക്കെ, ഇതിന് കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. HTML മാത്രമല്ല ഒരുപാട് ലാംഗ്വേജസിൽ സപ്പോർട്ടാവും. ഏത് ലാംഗ്വേജസ് വേണമെങ്കിൽ സപ്പോർട്ടാവും. ഈവൻ നിങ്ങൾക്ക് ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ വരെ ഇവിടെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാവുന്നതുണ്ടോ. ആൻഡ്രോയിഡ് ഡീബഗിങ് സപ്പോർട്ട് ഈ ഒരു കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ വരെ വിഷ്വൽ സ്റ്റുഡിയോ കോഡിൽ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. വീണ്ടും 70 MB മാത്രമേ ഉള്ളൂ. 70 MB to 90 MB എത്ര വേണമെങ്കിലും പല സൈസിലുണ്ട്. ഓക്കെ, എങ്കിലും വളരെ കുറച്ച് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷനാണ്. എല്ലാ വിൻഡോസും സപ്പോർട്ടാകും. വിത്ത് ഈവൻ 2 GB RAM ആണെങ്കിൽ പോലും ഈ ഒരു സോഫ്റ്റ്വെയർ സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഓക്കെ, സോ ബ്രാക്കറ്റ്, വിഷ്വൽ സ്റ്റുഡിയോ കോഡ്, ഇങ്ങനത്തെ ഒരുപാട് IDs നമുക്ക് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഏത് IDs, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ID ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഇതിൻ്റെ അകത്ത് കുറച്ച് ഷോർട്ട് കട്ടും കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ഈ ഒരു വിഷ്വൽ സ്റ്റുഡിയോ കോഡാണ് പ്രിഫർ ചെയ്യുന്നത്. നിങ്ങൾ ജസ്റ്റ് വിഷ്വൽ സ്റ്റുഡിയോ കോഡ് മൈക്രോസോഫ്റ്റിൻ്റെ VS കോഡ് ഡൗൺലോഡ് VS കോഡ് എന്ന് പറഞ്ഞ് ഗൂഗിളിൽ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് വരുന്നതായിരിക്കും. ഓക്കെ, സോ ആദ്യം നിങ്ങൾ വിഷ്വൽ സ്റ്റുഡിയോ കോഡ് ഇൻസ്റ്റാൾ ചെയ്യുക. അതിനുശേഷം ഇതിൻ്റെ അകത്ത് നമ്മളൊരു എക്സ്റ്റൻഷൻ ഇൻസ്റ്റാൾ ചെയ്യണം. എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഈ എഴുതുന്ന കോഡൊക്കെ നമുക്ക് ലൈവായിട്ട് കാണാനായിട്ട്. ഓക്കെ, ആ എക്സ്റ്റൻഷൻ്റെ പേരാണ് ലൈവ് സെർവർ. ഇവിടെ ഞാൻ ഒരുപാട് എക്സ്റ്റൻഷൻ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങളിതൊന്നും നോക്കണ്ട, ഒന്നും ആവശ്യമില്ലാത്തതാണ്. ഇതെല്ലാം മറ്റ് പ്രൊജക്റ്റുകൾക്ക് ഉപയോഗിക്കുന്നതാണ്. ഓക്കെ, ഈ എക്സ്റ്റൻഷൻ ജാവാസ്ക്രിപ്റ്റ് ഡീബഗർ എന്ന് പറഞ്ഞ എക്സ്റ്റൻഷനൊക്കെ നമ്മൾ ശരിക്കും ജാവാസ്ക്രിപ്റ്റ് പഠിക്കുന്ന സമയത്താണ് നമുക്ക് ആവശ്യമുള്ളത്. ആ ഒരു സമയത്ത് ഞാനിതിൻ്റെ യൂസേഴ്സൊക്കെ നിങ്ങളെ പഠിപ്പിച്ചു തരാം. ഇപ്പം ഇത് ഒന്നും ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ട ഒരേ ഒരു എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞാൽ ലൈവ് സെർവർ പ്രിവ്യൂ എന്ന് പറഞ്ഞിട്ടൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ലൈവ് സെർവർ പ്രിവ്യൂ എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ. ഈ സിസ്റ്റം ഇപ്പോൾ ഓഫ്ലൈനാണ്, അതുകൊണ്ടാണ് ഇമേജസ് ഒന്നും വരാത്തത്. എനിവേ ലൈവ് സെർവർ പ്രിവ്യൂ എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷനുണ്ട്. അതുപോലെ തന്നെ ലൈവ് സെർവർ എന്ന് പറഞ്ഞിട്ടൊരു ആപ്ലിക്കേഷൻ, ലൈവ് സെർവർ ഇട്ടൊരു ബ്രാക്കറ്റിൽ 5 സെർവർ, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ 5 ഇട്ടിട്ട് സ്റ്റാർ ഇട്ടിട്ടൊരു ആപ്ലിക്കേഷൻ കാണാൻ സാധിക്കും. ഇതും ലൈവ് സെർവർ എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ്റെ ഒരു എൻഹാൻസ്ഡ് വേർഷനാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഗോ ലൈവ് എന്ന് പറഞ്ഞൊരു ഫീച്ചർ നിങ്ങൾക്ക് ഇവിടെ വരുന്നതായിരിക്കും. ഓക്കെ, സോ നിങ്ങൾക്ക് ഇപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക, അല്ലെങ്കിൽ ഈ ഒരു എക്സ്റ്റൻഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. അതും താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ഇൻസ്റ്റാൾ ചെയ്താൽ മതി. ഞാൻ മോസ്റ്റ്ലി ഈ ഒരു എക്സ്റ്റൻഷൻ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. കാരണം നമ്മൾ ബ്രൗസറിൻ്റെ സപ്പോർട്ട് ഇല്ലാതെ തന്നെ സൈഡ് ബൈ സൈഡ് ഇതിൻ്റെ റിസൾട്ട് നമുക്ക് ലോഡ് ചെയ്യാൻ സാധിക്കും ഈ ലൈവ് സെർവർ പ്രിവ്യൂ എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ, ഇല്ലെങ്കിൽ ഈ ഒരു എക്സ്റ്റൻഷൻ ഉപയോഗിച്ചിട്ട്. ഓക്കെ, സോ ഇത് HTML CSS മാത്രമേ സപ്പോർട്ട് ആവത്തുള്ളൂ. ഇതാണെങ്കിൽ കുറച്ചും കൂടെ എൻഹാൻസ്ഡ് ആണ്. ഇതിൻ്റെ അകത്ത് വേറെ PHP സപ്പോർട്ടൊക്കെ ഉണ്ട്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് നോക്കി കാണാം PHP സപ്പോർട്ടുണ്ട്. ഈവൻ ജാവാസ്ക്രിപ്റ്റ് മാത്രമാണെങ്കിലും നമുക്കിതിൽ റൺ ചെയ്യാൻ സാധിക്കും. ഓക്കെ, ബട്ട് ഇവിടെ HTML ആൻഡ് CSS എന്ന് പറഞ്ഞ സപ്പോർട്ടുള്ളൂ. PHP ഒന്നും നോക്കണ്ട. കറൻറ്റ് വേർഷനിൽ PHP സപ്പോർട്ടൊന്നുമില്ല. നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും വേർഷൻ ഇനി പുതിയ അപ്ഡേറ്റ് ഒക്കെ വരുമ്പോൾ അവർ PHP സപ്പോർട്ട് കൊണ്ടുവരത്തില്ല എന്നും പറയാൻ സാധിക്കില്ല. ഓക്കെ, സോ ഇപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് ലൈവ് സെർവർ പ്രിവ്യൂ എന്ന് പറയുന്ന ഒരു എക്സ്റ്റൻഷൻ മാത്രമേ ആവശ്യമുള്ളൂ. ഇവിടെ നിങ്ങൾക്ക് നോക്കി കാണിക്കും യൂസേജ് എന്ന് പറഞ്ഞ് പ്രസ് F1 ആൻഡ് ടൈപ്പ് ഷോ ലൈവ് സെർവർ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് ജസ്റ്റ് ഒരു അവരൊരു യൂസേജ് മാത്രം കൊടുത്തിട്ടുണ്ടെന്നുള്ളൂ. ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ്. ഓക്കെ, ഇനി ഇവിടെ ഞാൻ ജസ്റ്റ് ഒരു ബേസിക് ആയിട്ടുള്ളൊരു HTML ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനു മുമ്പ് നമ്മൾ ഫയൽ എക്സ്റ്റൻഷനെ കുറിച്ച് പഠിച്ചിരിക്കണം. ഫയൽ എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മളൊരു കമ്പ്യൂട്ടറിൻ്റെ ഒരു ബ്രൗസർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ഫയൽസിനും അതിൻ്റേതായിട്ടുള്ളൊരു എക്സ്റ്റൻഷൻ കൊടുത്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, സോ കമ്പ്യൂട്ടർ ഇപ്പം എൻ്റെ കയ്യിൽ ഒരു വീഡിയോ ഫയലുണ്ട്, അതുപോലെ തന്നെ ഒരു ഓഡിയോ ഫയലും ഉണ്ട്. ഈ 2 ഫയലിനെയും കമ്പ്യൂട്ടർ ഡിഫറൻഷ്യേറ്റ് മനസ്സിലാക്കി ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിക്കാൻ ഇതിൻ്റെ എക്സ്റ്റൻഷൻസ് ഉപയോഗിച്ചിട്ടാണ്. ഓക്കെ, ഇപ്പം ഞാൻ MP4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്നതാണ്, അത് വീഡിയോ ഫയൽസാണ്. ഓക്കെ, അതുപോലെ തന്നെ MP3 എന്ന് പറഞ്ഞാലോ ഓഡിയോ ഫയൽസാണ്, എല്ലാവർക്കും അറിയാം. ഓക്കെ, അതുപോലെ തന്നെ JPEG PNG എന്ന് പറഞ്ഞാൽ ഫോട്ടോസ് ആണെന്ന് എല്ലാവർക്കും അറിയാം. ഓക്കെ, അതുപോലെ തന്നെ വേവ് ഇഷ്ടംപോലെ ഫോട്ടോ ഫയൽസ് ഉണ്ട്. ഇപ്പോൾ ഞാൻ OGG എന്ന് പറഞ്ഞൊരു ഫയൽ പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പേർക്ക് അറിയാമെന്ന് അറിയില്ല. ഓക്കെ, വേവ് എന്ന് പറഞ്ഞ ഫയൽ ഒട്ടുമിക്ക എഡിറ്റേഴ്സും അത്യാവശ്യം കമ്പ്യൂട്ടറിനെ കുറിച്ച് കൂടുതൽ അറിയാവുന്ന ആളുകൾക്ക് വേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഡിയോ ഫയലാണെന്നറിയാം.
അതുപോലെ ഒരുപാട് ഫയൽ എക്സ്റ്റൻഷൻസ് അവൈലബിൾ ആണ്. ഓക്കെ, ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനൊരു നമ്മുടെ മൈക്രോസോഫ്റ്റ് വേർഡിലൊരു ഫയൽ കൊടുക്കുകയാണ്. ഓക്കെ, DOCX എന്നാണ് അതിൻ്റെ ഫയൽ എക്സ്റ്റൻഷൻ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, സോ കമ്പ്യൂട്ടറിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ അകത്തുള്ള എല്ലാ ഫയൽസിനും അതിൻ്റെ ഒരു എക്സ്റ്റൻഷൻസ് ഉണ്ട്. ഓക്കെ, സോ ഈ എക്സ്റ്റൻഷൻ്റെ പ്രത്യേകത എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ അതിൻ്റെ ഫയലിനെ പ്രത്യേകിച്ച് വേർതിരിച്ചറിയാനായിട്ട്, ഇപ്പോൾ ഒരു ഓഡിയോ ഫയലുണ്ട്, ഒരു വീഡിയോ ഫയലും ഉണ്ട്, ഒരു ഫോട്ടോസും ഉണ്ട്. ഈ ഫോട്ടോസിനെ എങ്ങനെയാണ് കമ്പ്യൂട്ടറിന് അറിയാൻ സാധിക്കുന്നത്, ഡിഫറൻഷിയേറ്റ് ചെയ്ത്, അത് ഈ എക്സ്റ്റൻഷൻ ഉപയോഗിച്ചിട്ടാണ്. അതുപോലെ തന്നെ ഈ എക്സ്റ്റൻഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇതിൻ്റെ ഫയൽ ഫോർമാറ്റ് ഏത് സോഫ്റ്റ്വെയർ വെച്ചിട്ടാണ് അത് ഓപ്പൺ ചെയ്യേണ്ടതെന്നും കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അതിനുവേണ്ടി നിങ്ങൾ വിൻഡോസ് 11 ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇവിടെ സെറ്റിങ്സ് പോയി കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ഈ ഫയൽ എക്സ്പ്ലോറർ മോളിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് 3 ഡോട്ട് കാണിക്കും. അതുപോലെ തന്നെ ഓപ്ഷൻസ് എന്ന് പറഞ്ഞൊരു അവൈലബിൾ ഉണ്ട്. ഫോൾഡർ ഓപ്ഷൻസ് എന്ന് പറഞ്ഞ് സ്റ്റാർട്ടിൽ പോയി സെർച്ച് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് ഇത് കിട്ടുന്നതായിരിക്കും. ഇവിടെ മുകളിൽ ഫോൾഡർ ഓപ്ഷൻസ് എന്ന് കാണാൻ സാധിക്കില്ലേ. ഓക്കെ, സോ ഈ ഒരു ഫോൾഡർ ഓപ്ഷൻസ് നിന്ന് നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ടിൽ പോയി ഫോൾഡർ ഓപ്ഷൻസ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വിൻഡോ ഓപ്പൺ ചെയ്യാൻ സാധിക്കും. ഓക്കെ, അതിനുശേഷം നമ്മൾ വ്യൂ എന്ന് പറഞ്ഞു പോയിട്ട് ഇവിടെ നമുക്ക് ഫയലിൻ്റെ എക്സ്റ്റൻഷൻ, ഇവിടെ ഹൈഡ് എക്സ്റ്റൻഷൻ ഫോർ നോൺ ഫയൽ ടൈപ്പ് എന്ന് പറഞ്ഞൊരു സാധനം ടിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഇതിങ്ങനെ ടിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ഫയലിൻ്റെ എക്സ്റ്റൻഷൻസ് കാണിക്കത്തില്ല. ബട്ട് ഇത് നമ്മൾ അൺചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്നിട്ട് അപ്ലൈ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഫയൽ എക്സ്റ്റൻഷൻസ് നമുക്ക് കാണിക്കുന്നതായിരിക്കും. ഓക്കെ, ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇങ്ങോട്ട് ഞാനൊരു PDF ഫയൽ ഡ്രോപ്പ് ചെയ്യണം. ഓക്കെ, ഇത് PDF ആണെന്ന് നിങ്ങൾക്ക് എൻ്റെ ഫയൽ എക്സ്റ്റൻഷൻ ഞാൻ ജസ്റ്റ് ഒന്ന് റീനെയിം ചെയ്യാം. ജസ്റ്റ് ക്യാൻസൽ കൊടുക്കുകയാണ്. അതിനുശേഷം ഞാൻ ഇതിൻ്റെ നെയിം ഒന്ന് റീനെയിം ചെയ്യാൻ പോവാണ്. ഓക്കെ, ഇപ്പോൾ A എന്ന് പറഞ്ഞൊരു നെയിം കൊടുക്കുകയാണ്. ഇപ്പം A.PDF എന്ന് പറഞ്ഞ് ഇവിടെ കാണിക്കുന്നുണ്ട്. ഇതിൻ്റെ ഫയൽ എക്സ്റ്റൻഷനാണ്. ഓക്കെ, സോ ഇനി ഞാനിവിടെ ക്ലിക്ക് ചെയ്ത് ഓപ്ഷൻസിൽ പോയിട്ട് വ്യൂ എന്ന് പറഞ്ഞ ഓപ്ഷൻസിൽ, അതായത് ഫോൾഡർ ഓപ്ഷൻസിൽ പോയിട്ട് വ്യൂ എന്ന് പറഞ്ഞതിൽ ഇവിടെ നമ്മൾ ഹൈഡ് എക്സ്റ്റൻഷൻ ഫോർ നോൺ ഫയൽ ടൈപ്സ് എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. കാരണം PDF എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറിന് ആൾറെഡി അറിയാം അത് PDF ആണെന്ന്. ഓക്കെ, സോ എന്നിട്ട് അപ്ലൈ കൊടുക്കുകയാണെങ്കിൽ ഇത് കണ്ടോ, ഇപ്പോൾ ഇവിടെ A എന്ന് മാത്രമേ കാണിക്കുന്നുള്ളൂ. ഇതൊരു PDF ഫയൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ജസ്റ്റ് സൂം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും PDF ആണെന്നുള്ളത്. ഞാനൊന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം. കമ്പ്യൂട്ടറിൽ എങ്ങനെ സൂം ചെയ്യണമെങ്കിൽ നമ്മൾ കൺട്രോൾ ബട്ടൺ, അതായത് കീബോർഡിൽ കൺട്രോൾ ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് സ്ക്രോൾ അപ്പ് ആൻഡ് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സൂം അപ്പ് ആൻഡ് ഡൗൺ ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇവിടെ PDF എന്ന് പറഞ്ഞൊരു സാധനം നമുക്കിവിടെ കാണാൻ സാധിക്കും. ഓക്കെ, പക്ഷേ ഇവിടെ നമ്മൾ ഫയൽ എക്സ്റ്റൻഷൻ കാണിക്കുന്നില്ല. ഓക്കെ, സോ ഈ ഒരു ഫയൽ എക്സ്റ്റൻഷൻ എനേബിൾ ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട. ഇവിടെ ജസ്റ്റ് നേരത്തെ ആ ഒരു ഓപ്ഷൻ ഡിസേബിൾ ചെയ്താൽ മാത്രം മതി. വ്യൂ എന്ന് പറഞ്ഞ ഓപ്ഷനിലേക്ക് പോവുക. അതിനുശേഷം ഹൈഡ് എക്സ്റ്റൻഷൻ ഫോർ നോൺ ഫയൽ ടൈപ്സ്, ഇത് ഡീഫാൾട്ടായിട്ട് ചെക്ക് ചെയ്തിട്ടായിരിക്കും വെച്ചിട്ടുണ്ടായിരിക്കുന്നത്. നമ്മളിത് ജസ്റ്റ് അൺചെക്ക് ചെയ്തിട്ട് അപ്ലൈ എന്ന് പറഞ്ഞൊരു ഓപ്ഷനിൽ പ്ലസ് ചെയ്യാം. എന്നിട്ട് നമ്മൾ ഓക്കെ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് അതിൻ്റെ ഫയൽ എക്സ്റ്റൻഷനും കൂടെ കാണിക്കുന്നതായിരിക്കും. ഓക്കെ, ഇനി നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, കമ്പ്യൂട്ടർ ഒരു കാര്യം മനസ്സിലാക്കണമെങ്കിൽ ഈ ഒരു എക്സ്റ്റൻഷൻ ഉപയോഗിച്ചിട്ടാണ് മനസ്സിലാക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഒരു എക്സ്റ്റൻഷൻ ഉപയോഗിച്ചിട്ടാണ് കമ്പ്യൂട്ടർ എന്ത് ടൈപ്പ് ഓഫ് ഫയലാണെന്ന് മനസ്സിലാക്കുന്നത്. ഓക്കെ, ഇനി ഞാൻ ഈ ഒരു എക്സ്റ്റൻഷൻ മാറ്റാൻ പോവുകയാണ്. PDF ഒന്ന് മാറ്റിയിട്ട് നമുക്ക് IMG എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇമേജാണ്, അതൊരു കംപ്രസ്ഡ് ഫയൽസ് ആയിട്ട് കൊടുക്കുന്നത്. ഇത് ഫോട്ടോസ് അല്ല. നമ്മൾ ഈ വിൻഡോസിൻ്റെ ഒക്കെ കാര്യങ്ങൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒക്കെ ഡൗൺലോഡ് ചെയ്യാൻ ചിലപ്പോൾ നമുക്ക് IMG ഫോർമാറ്റിലായിരിക്കും വരുന്നത്. ലിനക്സിൻ്റെ IMG ഫോർമാറ്റിലാണ്. ISO പോലെ തന്നെ ഒരു ഇമേജ് ഫയലാണിത്. ഓക്കെ, ബട്ട് നമ്മൾ JPG എന്ന് ഇല്ലെങ്കിൽ PNG എന്ന് കൊടുക്കുവാണ്. ഓക്കെ, ഞാനിവിടെ PNG എന്ന് കൊടുക്കുവാണ്. അപ്പോൾ നമുക്കിതുപോലത്തെ ഒരു മെസ്സേജ് കാണിക്കും, ഡു യു വാണ്ട് ടു ചേഞ്ച് ഇറ്റ് എന്ന് ചോദിക്കും. ഞാനിവിടെ യെസ് എന്ന് കൊടുക്കുവാണ്. ഓക്കെ, സോ കമ്പ്യൂട്ടർ ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് കമ്പ്യൂട്ടർ ഇമേജസ് ആണ് എടുക്കുന്നത്, പക്ഷേ കമ്പ്യൂട്ടറിന് ഇത് റെൻഡർ ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, അതുകൊണ്ടാണ്. പക്ഷേ ഇതിൻ്റെ സോഫ്റ്റ്വെയർ മാറ്റി അതിൻ്റെ ഐക്കഡ് മാറ്റി. ഞാൻ ജസ്റ്റ് ഇവിടെ ആ ഒരു PNG എന്ന് മാത്രമേ മാറ്റിയിട്ടുള്ളൂ. പക്ഷേ ഇത് ഇപ്പം ഞാനിത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വിൻഡോസ് ഫോട്ടോ വ്യൂവറിൽ ഓപ്പൺ ആയിട്ട് വരും. പക്ഷേ ആക്ച്വലി അതൊരു PDF ഫയൽ ആയതുകൊണ്ട് തന്നെ നമുക്കതിൻ്റെ എക്സ്റ്റൻഷൻ ഡിഫറൻ്റ് ആണ്. കമ്പ്യൂട്ടറിന് അത് ഡീകോഡ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, പക്ഷേ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ ഇപ്പം ഇതിനൊരു ഇമേജ് ഫയലാണ് ആക്സെപ്റ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് നോക്കാം ഐറ്റം ടൈപ്പ് PNG ഫയൽ എന്ന് പറഞ്ഞ് ഇവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, ഐറ്റം ടൈപ്പ് എന്ന് പറഞ്ഞാൽ PNG ഫയലായിട്ടാണ്, അതിനെ ഇതൊരു ഇമേജ് ഫയലായിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഫോട്ടോസ് കാണാം. ഓക്കെ, സോ സാധാരണ ഒരു ഇമേജ് നമ്മൾ സൈഡായിട്ട് ഇവിടെ എടുത്തുകൊണ്ട് വെച്ച് കഴിഞ്ഞാലും അതും ഇതുപോലെ തന്നെ IMG ഇമേജ് ഫയലായതുകൊണ്ട് അല്ലെങ്കിൽ ഒരു ഫോട്ടോ ആയിട്ടാണ് കമ്പ്യൂട്ടർ ഇതിനെ ആക്സെപ്റ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി ഞാനിതിനെ MP3 എന്ന് മാറ്റാൻ പോവാണ്. അതുപോലെ തന്നെ ഇറർ മെസ്സേജ് നമുക്ക് വന്നിട്ടുണ്ട്. ഞാൻ എസ് എന്ന് കൊടുക്കുവാണ്.
MP3 എന്ന് മാറ്റിയിട്ടുണ്ട്. ഇപ്പം നമുക്കിവിടെ നോക്കിയാൽ കാണാൻ സാധിക്കും ഇതിനൊരു ഓഡിയോ ഫയലായിട്ടാണ് കമ്പ്യൂട്ടർ ആക്സെപ്റ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ കമ്പ്യൂട്ടറിലുള്ള എല്ലാ കാര്യത്തിനും ഈ എക്സ്റ്റൻഷൻ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇനി ഞാനിതിനെ വീണ്ടും മാറ്റാൻ പോവുകയാണ്. MP3 എന്നത് മാറ്റി MP4 എന്നാക്കാം. ഓക്കെ, MP4 എന്നാക്കിയിട്ടുണ്ട്. മെസ്സേജിൽ എസ് എന്ന് കൊടുക്കുക. ഇവിടെ നോക്കിയാൽ കാണാൻ സാധിക്കും VLCയുടെ ഐക്കണാണ് കാണിക്കുന്നത്. ഓക്കെ, നമ്മൾ സാധാരണ വീഡിയോസിൻ്റെ ഒക്കെ ഐക്കൺ എന്ന് പറഞ്ഞാൽ ഇതുപോലെയാണ്. VLC പ്ലെയർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കാണിക്കും. ഇതിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ VLC പ്ലെയറാണ് ആക്ച്വലി ഓപ്പൺ ആയിട്ട് വരുന്നത്. പക്ഷേ എന്തുണ്ടാവില്ല, ഓപ്പൺ ആയിട്ട് വന്നാലും അതിന് പ്ലേ ചെയ്യാൻ പറ്റത്തില്ല, കാരണം ആക്ച്വലി ഇതൊരു വീഡിയോ ഫയലല്ല. ഓക്കെ, സോ കമ്പ്യൂട്ടറിനെ സംബന്ധിച്ചിടത്തോളം എക്സ്റ്റൻഷൻസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ HTML സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞത് HTML ഫയലിൻ്റെ എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞത് .html എന്നാണ്. ഇത് നമുക്കിനി ആവശ്യമില്ല. ഞാൻ ജസ്റ്റ് ഇതിൻ്റെ റീനെയിം ചെയ്ത് PDF എന്ന് തന്നെ ആക്കാൻ പോവാണ്. ഓക്കെ, ഇപ്പോൾ ഇത് ഒരു PDF ഫയലാണ്. ഞാൻ ജസ്റ്റ് ഇതിൻ്റെ പുറത്തേക്ക് കൊണ്ടുപോവാണ് PDF ഫയൽ. ഇനി നമുക്ക് ഈ PDF ഫയലിൻ്റെ ആവശ്യമില്ല. ഇനി HTML സംബന്ധിച്ചിടത്തോളം എല്ലാ കാര്യം .html എന്നാണ് സേവ് ചെയ്യേണ്ടത്. ഓക്കെ, ഞാനിവിടെ ഒരു ന്യൂ ഫയൽ ക്രിയേറ്റ് ചെയ്ത് കാണിച്ചു തരാം. .text ഡോക്യുമെൻ്റാണ് ഞാനിവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ടെക്സ്റ്റ് ഡോക്യുമെൻ്റ് ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് ഞാൻ ഇൻഡെക്സ് എന്ന പേര് കൊടുക്കുവാണ്. ഇൻഡെക്സ് .html. ഓക്കെ, ഇപ്പം ഇതൊരു HTML ഫയലായിട്ടാണ് ക്രിയേറ്റ് ആയിരിക്കുന്നത്. ഓക്കെ, ഇനി ഇത് ഓപ്പൺ ചെയ്യുന്നത് എന്താണ്, ബ്രൗസേഴ്സ് ഉപയോഗിച്ചിട്ടാണ് ഓപ്പൺ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏത് ബ്രൗസർ വേണം ഉപയോഗിക്കാം. ഞാനിവിടെ ഫയർഫോക്സ്, ക്രോം എല്ലാം ഉപയോഗിക്കാറുണ്ട്. ഒരു ഡെവലപ്പർ എന്ന സ്ഥിതിക്ക് ഫയർഫോക്സ്, ക്രോം, എഡ്ജ് ഈ 3 ബ്രൗസേഴ്സും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മറ്റ് ഈവൻ വേറെ കുറേ ബ്രൗസേഴ്സ് നമുക്ക് അവൈലബിൾ ആണെങ്കിലും ഈ 3 ടെക്നോളജിയിൽ ഉപയോഗിച്ചിട്ടാണ് മറ്റ് ബ്രൗസേഴ്സ് എല്ലാം വന്നിരിക്കുന്നത്. ഓക്കെ, ഈവൻ നമുക്ക് ഫയർഫോക്സ് നോക്കിക്കഴിഞ്ഞാൽ ഗെക്കോ എന്ന് പറഞ്ഞൊരു ബ്രൗസർ സപ്പോർട്ട് അവൈലബിൾ ഉണ്ട്. മറ്റ് സോഫ്റ്റ്വെയറിലൊക്കെ ഫയർഫോക്സിൻ്റെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഈ ഒരു മൊഡ്യൂൾ ഉപയോഗിച്ച് നമുക്ക് സാധിക്കും. ക്രോമിനും അതുപോലെ തന്നെ ക്രോമിൻ്റേതായിട്ടുള്ള ഫയൽ സപ്പോർട്ട് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ മറ്റേത് ബ്രൗസർ എടുത്ത് നോക്കി കഴിഞ്ഞാൽ മെയിനായിട്ടുള്ള ഈ 3 ബ്രൗസേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും മറ്റെല്ലാ ബ്രൗസേഴ്സും വരുന്നത്. ഓക്കെ, ഇനി മാക്കിലൊക്കെ ആണെങ്കിൽ സഫാരി എന്ന് പറഞ്ഞാൽ മറ്റൊരു ബ്രൗസേഴ്സ് ഉണ്ട്, അത് വേറെ ഒരു സിസ്റ്റമാണ്. അപ്പം ഇത് 4 ബ്രൗസേഴ്സാണ്. പക്ഷേ അതിൻ്റെ അത്ര സപ്പോർട്ട് നമുക്ക് അവൈലബിൾ അല്ല. മറ്റ് സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരിക എന്ന് പറഞ്ഞത് അത്ര എളുപ്പമായിട്ടുള്ള കാര്യമില്ല. അതുകൊണ്ട് അധികമാരും കൊണ്ടുവരാറില്ല. ക്രോമാണ് ഏറ്റവും അധികം, ക്രോമും എഡ്ജും ആണ് ഏറ്റവും അധികം കൊണ്ടുവരുന്നത്. മറ്റ് ബാക്കിയുള്ളത് വരുന്നത് ഫയർഫോക്സാണ് വരുന്നത്. ഓക്കെ, കൂടുതൽ സെക്യൂരിറ്റി ഇപ്പോൾ നമ്മൾ ടോർ ബ്രൗസറൊക്കെ എടുക്കുക. ടോർ എന്ന് പറഞ്ഞൊരു ബ്രൗസേഴ്സ് ഈ സൈബർ സെക്യൂരിറ്റി കാര്യമൊക്കെ യൂസ് ചെയ്യുന്നതാണ്. ഈ അതുപോലെ തന്നെ ഡാർക്ക് വെബ് എന്നൊക്കെ കേൾക്കുമ്പോൾ അതിലേക്ക് വരുന്ന പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ബ്രൗസറാണ് ടോർ ബ്രൗസർ. ഓക്കെ, സോ ഈ ടോർ ബ്രൗസേഴ്സൊക്കെ ആക്ച്വലി ഫയർഫോക്സ് ബേസ്ഡ് ആയിട്ടുള്ള ബ്രൗസേഴ്സാണ്. അപ്പം ഇത് കണ്ടോ, ഇതാണ് ടോർ ബ്രൗസർ എന്ന് പറയുന്നത്. ഇത് ആക്ച്വലി ഫയർഫോക്സുമായിട്ട് ബന്ധപ്പെട്ടുള്ളത്. ആക്ച്വലി ഇതിൻ്റെ പുറകിലിരിക്കുന്ന ടെക്നോളജി എന്ന് പറഞ്ഞാൽ എക്സാക്ട്ലി ഫയർഫോക്സ് എന്താണോ അത് തന്നെയാണ് ഇതിൻ്റെ പുറകിൽ ഉപയോഗിക്കുന്ന ടെക്നോളജി. പക്ഷേ ഫയർഫോക്സ് ഓപ്പൺ സോഴ്സ് ആയതുകൊണ്ട് അത് അവർ മോഡിഫൈ ചെയ്ത് അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. ഓക്കെ, സോ അതാണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പം ഇതാണ് മെയിനായിട്ടുള്ള ബ്രൗസേഴ്സ്. ഈ ബ്രൗസേഴ്സ് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ബ്രൗസറിൽ എല്ലാ ബ്രൗസറിലും ഒരുപോലെ ആയിരിക്കില്ല ഒരു വെബ്സൈറ്റ് വരുന്നത്. അത് ഞാൻ ഡെവലപ്പ് ചെയ്തപ്പം ഓരോ ടാഗ്സും പല ബ്രൗസേഴ്സിൽ എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത്, ഇല്ലെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ ഫ്രണ്ട് എൻഡ് കൊടുത്തിരിക്കുന്നത്, ഇല്ലെങ്കിൽ എങ്ങനെയാണ് അത് കാണിക്കുന്നതെന്ന് ഞാൻ നിങ്ങളെ ലൈവായിട്ട് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഡീറ്റെയിൽഡായിട്ട് മനസ്സിലാവും. ഓക്കെ, ഒരു വെബ് ഡെവലപ്പർ എന്ന സ്ഥിതിക്ക് 3 ബ്രൗസേഴ്സ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുക. 3 ബ്രൗസേഴ്സും നമുക്ക് ആവശ്യമുള്ളതാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ബ്രൗസറിൽ ചില ഫീച്ചേഴ്സ് വർക്കാവില്ല. ഉദാഹരണത്തിന് ക്രോമിൽ ചില ഫീച്ചേഴ്സ് വർക്കാവില്ല, എഡ്ജിൽ അത്രയും പോലും വർക്കാവത്തില്ല. എന്നാലും കുറേ ഫീച്ചേഴ്സ് വേറെ രീതിയിലായിരിക്കും റെസ്പോണ്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പം അത് എഡ്ജിൻ്റെ കുഴപ്പമില്ല, ആ ബ്രൗസറിൻ്റെ ഫീച്ചേഴ്സ് അങ്ങനെയാണ്. ഓക്കെ, അപ്പം അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഡീറ്റെയിൽഡായിട്ട് പഠിക്കുന്നതായിരിക്കും. അപ്പം HTML സംബന്ധിച്ചിടത്തോളം, ഒരു കമ്പ്യൂട്ടറിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് HTML ഫയൽസ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ .html എന്ന് നമ്മൾ അതിൻ്റെ എക്സ്റ്റൻഷൻ കൊടുത്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു HTML ഫയൽ ജസ്റ്റ് ഇതിൽ വിഷ്വൽ സ്റ്റുഡിയോ കോഡിലൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയാലോ. ജസ്റ്റ് ഇവിടുന്ന് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്താൽ മതി. നമുക്കിനെ ഓപ്പൺ ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഡ്രാഗ് ആൻഡ് ചെയ്ത് ഇവിടെ കോപ്പി എന്ന് പറഞ്ഞ ഓപ്ഷൻ വരും. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ HTML ഫയൽ നമുക്കിവിടെ വരുന്നതായിരിക്കും. ഓക്കെ, ഇത് ഞാൻ ജസ്റ്റ് ക്ലോസ് ചെയ്യണം, നമുക്കിത് ആവശ്യമില്ല. അതുപോലെ തന്നെ ഈ ലൈവ് സെർവർ പ്രിവ്യൂവും ക്ലോസ് ചെയ്യുകയാണ്. അതുപോലെ തന്നെ നമുക്ക് ഇവിടുന്നും അതിൻ്റെ ഫോൾഡേഴ്സൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ ഉദാഹരണത്തിന് ഓപ്പൺ ഫോൾഡർ എന്ന് കൊടുക്കുവാണ്. ഓപ്പൺ ഫോൾഡർ എന്ന് കൊടുത്തിട്ട് ജസ്റ്റ് ഇതിൻ്റെ ഡിഫോൾട്ടായിട്ട് ഞാൻ ഡെസ്ക്ടോപ്പിൽ മാസ്റ്റർ ജി എന്ന് പറഞ്ഞൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഫോൾഡർ തന്നെയാണ് ആൾറെഡി വന്നിരിക്കുന്നത്. അതുകൊണ്ട് സെലക്ട് ഫോൾഡർ എന്ന് കൊടുക്കുന്നു. ഓക്കെ, ഇത് ജസ്റ്റ് നമുക്ക് ലൈവ് സെർവേഴ്സൊക്കെ റൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് മെയിനായിട്ട് ഇത്തരത്തിലും കാര്യങ്ങൾ ചെയ്ത് വെക്കുക. ഓക്കെ, ഇങ്ങനെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മറ്റൊരു അഡ്വാൻറ്റേജും കൂടെ ഉണ്ട്. ഇവിടെ നമുക്ക് പുതിയൊരു CSS ഫയൽസ് ക്രിയേറ്റ് ചെയ്യണമെന്ന് വിചാരിക്കാം. ഓക്കെ,
ഇവിടെ ഞാൻ ജസ്റ്റ് ഒരു ന്യൂ ഫയൽ കൊടുത്തിട്ട് style.css നമ്മളിപ്പോൾ തൽക്കാലം ലിങ്ക് ചെയ്യുന്നില്ല, നിങ്ങൾ ജസ്റ്റ് ഡെമോൺസ്ട്രേഷൻ കാണിച്ചു തരുവാണ്. ഇത് ഈ വിഷ്വൽ സ്റ്റുഡിയോ കോഡിൻ്റെ അകത്ത് തന്നെ മറ്റേ ഫയൽ എക്സ്പ്ലോറർ ഒന്നും എടുക്കാതെ എങ്ങനെയാണ് ഈ ഒരു പുതിയ ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെ ജസ്റ്റ് ഒരു ഡെമോൺസ്ട്രേഷൻ കാണിച്ചു തന്നുള്ളൂ. ഇനി നമുക്ക് എക്സ്പ്ലോറർ ഒന്ന് എടുത്ത് നോക്കിയാലോ. ഓക്കെ, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും CSS ഫയൽ ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ പുതിയ ഫോൾഡേഴ്സും ഇവിടെ ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ ഞാനൊരു പുതിയ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുവാണ്. സ്റ്റൈൽസ് എന്ന് പറഞ്ഞ പുതിയൊരു ഫോൾഡർ ഞാനിവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് മറ്റേ ഫയൽ എക്സ്പ്ലോറർ എടുത്ത് നോക്കിയാലോ. ഓക്കെ, ഇവിടെ സ്റ്റൈൽസ് എന്ന് പറഞ്ഞൊരു ഫോൾഡർ വന്നിട്ടുണ്ട്. ഓക്കെ, സോ അത് വിഷ്വൽ സ്റ്റുഡിയോ കൊണ്ട് ഒരു ഫീച്ചറാണ്. നമുക്ക് ഇവിടെ തന്നെ ഫയൽസും കാര്യങ്ങളെല്ലാം ഇനി ഇതിൻ്റെ അകത്തേക്ക് പുതിയ ഫയൽസ് ഉണ്ടെങ്കിൽ അതും നമുക്ക് ഇവിടെ തന്നെ ഓപ്പൺ ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ അതിൻ്റെ ഫീച്ചറാണ്. ഇനി നമ്മൾ HTML ഫയൽ ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഞാൻ ജസ്റ്റ് ക്ലോസ് ചെയ്യാൻ പോവാണ്. HTML ഫയൽ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ബേസിക് ആയിട്ടുള്ള HTML കോഡ് നമുക്കിവിടെ ലോഡ് ചെയ്യണമെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒരു എക്സ്ക്ലമേഷൻ മാർക്ക് ഇടുക. ഓക്കെ, അപ്പം ഇവിടെ നമുക്ക് 3 എക്സ്ക്ലമേഷൻ മാർക്കുള്ള ഈ ഒരു ലെറ്റർ വരും. ഇതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ DOC ടൈപ്പ് HTML എന്ന് മാത്രം നമുക്ക് വരും. ഇനി അതുപോലെ തന്നെ നമ്മൾ ജസ്റ്റ് ഒരു സിംഗിൾ എക്സ്ക്ലമേഷൻ ഇട്ട് അതിൻ്റെ അകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബേസിക് ആയിട്ടുള്ള എല്ലാ HTML കോഡും, ഇതാണ് ഒരു HTML പേജിൻ്റെ ബേസിക് ആയിട്ടുള്ള കോഡ് എന്ന് പറയുന്നത് എല്ലാത്തിലും മസ്റ്റായിട്ട് ഉണ്ടായിരിക്കേണ്ടതാണ്. ഈ ഒരു കോഡ് ഓട്ടോമാറ്റിക്കായിട്ട് ലോഡായിട്ട് വരും. ഓക്കെ, ഇത് വിഷ്വൽ സ്റ്റുഡിയോ കോഡിൻ്റെ മറ്റൊരു ഫീച്ചറാണ്. എത്ര IDEസിൽ ഇത്തരം ഫീച്ചേഴ്സ് സപ്പോർട്ട് ആകുമെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല. എങ്കിലും വിഷ്വൽ സ്റ്റുഡിയോ കോഡിലാണ് ഞാൻ ഒട്ടുമിക്ക എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു എഡിറ്ററിൽ ഈ ഒരു ഫീച്ചർ സപ്പോർട്ടാണ്. ഓക്കെ, സോ ഇതിൻ്റെ ഒരു ഫീച്ചറാണ്. എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഷിഫ്റ്റ് ബട്ടണിലൊന്ന് ക്ലിക്ക് ചെയ്ത് പിടിച്ചിട്ട് ജസ്റ്റ് നമ്മുടെ കീബോർഡിലാണെങ്കിൽ 1ൻ്റെ മുകളിൽ ഒരു എക്സ്ക്ലമേഷൻ മാർക്ക് ഉണ്ടായിരിക്കും. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇതിന് ശേഷം ഇവിടെ നമുക്ക് എമിറ്റ് അബ്രിവേഷൻ എന്ന് പറഞ്ഞ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ ജസ്റ്റ് എൻ്റർ എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബേസിക് ആയിട്ടുള്ള എല്ലാ HTML കോഡും ഇവിടെ ലോഡായിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, അതിനുശേഷം സേവ് ചെയ്യാനായിട്ട് നമ്മളിവിടെ ഫയൽ സേവ് എന്നൊക്കെ പറഞ്ഞ് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതിന് പകരം ഇവിടെ Ctrl+S എന്ന് പറഞ്ഞ കീബോർഡ് ഷോർട്ട് കട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കോഴ്സിൽ നമ്മൾ മെയിനായിട്ട് എല്ലാ കാര്യത്തിലും കീബോർഡ് ഷോർട്ട് കട്ട് പരമാവധി ഉപയോഗിച്ച് പഠിക്കുക. അതാണ് കുറച്ചും കൂടി എളുപ്പം. ഓക്കെ, അതുകൊണ്ട് Ctrl+S വെച്ച് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സേവ് ആയിരിക്കും. സേവ് ആകുന്നതിന് മുമ്പ് ഇപ്പോൾ ഇത് സേവ് ആണ്. ഓക്കെ, ഇനി ഞാനിവിടെ എന്തെങ്കിലും അപ്ഡേഷൻ കൊണ്ടുവരുവാണ്. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് ഇവിടെ മുകളിലൊരു ഡോട്ട് ഫയൽ കാണാൻ സാധിക്കും. ഇപ്പോൾ ഇവിടെ മുകളിലൊരു ഡോട്ട് കണ്ടോ, അതിലേക്ക് കീബോർഡ് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ക്ലോസ് ബട്ടൺ വരും. ഇവിടെ ഡോട്ട് ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഈ ഒരു ഫയൽ സേവ് ചെയ്തിട്ടില്ല എന്നാണ് അർത്ഥം. അതായത് ഇതിൻ്റെ കറൻറ്റ് സ്റ്റാറ്റസിൽ സേവ് ചെയ്തിട്ടില്ല. ഞാനിപ്പോൾ ജസ്റ്റ് \_ അടിച്ചു കഴിഞ്ഞാലും സേവ് ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം സേവ് ചെയ്യാത്ത ഫയൽ നമുക്ക് ആ ഒരു ഡോട്ട് ഇവിടെ വന്ന് എടുക്കും. ഡോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഈ ഫയൽ സേവ് ചെയ്തിട്ടില്ല എന്നാണ് അർത്ഥം. വീണ്ടും ഞാൻ Ctrl+S എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തായി, ആ ഒരു ഡോട്ട് പോയി. അതിൻ്റെ അർത്ഥം ഈ ഒരു ഫയൽ സേവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഇതൊരു ബേസിക് ആയിട്ടുള്ള HTML ഫയലാണ്. ഇതിന് പ്രത്യേകിച്ച് ഒന്നും തന്നെ നമ്മളൊരു ബ്രൗസറിൽ എടുത്തു കഴിഞ്ഞാൽ ഒന്നും വരത്തില്ല. ഇവിടെ നിങ്ങൾക്ക് ഗോ ലൈവ് എന്ന് ക്ലിക്ക് ചെയ്താലും ഒന്നും വരത്തില്ല. അതിന് പകരം നമ്മൾ ലൈവ് സെർവർ പ്രിവ്യൂ എന്ന് പറഞ്ഞൊരു എക്സ്റ്റൻഷനാണ് ഉപയോഗിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു എക്സ്റ്റൻഷൻ ഓപ്പൺ ചെയ്യാനായിട്ട് കീബോർഡിൽ F1 എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. F1 ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു വിൻഡോ വരും. അതിൽ ലൈവ് സെർവർ പ്രിവ്യൂ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇവിടെ ആദ്യം തന്നെ കൊടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ ഉപയോഗിച്ചിട്ടുള്ളത് കൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. ഇല്ലെങ്കിൽ നമുക്ക് ഇവിടെ SHOW എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ എക്സ്റ്റൻഷനും ഓപ്പണായിട്ട് വരുന്നതായിരിക്കും. അതിൽ ജസ്റ്റ് ഷോ ലൈവ് സെർവർ പ്രിവ്യൂ എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പുതിയൊരു വിൻഡോ ഇവിടെ ഓപ്പണായിട്ട് വരും. ഓക്കെ, ഇവിടെ എക്സ്റ്റൻഷൻ ആക്ടിവേറ്റിംഗ് എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞ് കാണിക്കും ആദ്യം. അതിനുശേഷം ഇതുപോലെ തന്നെ പുതിയൊരു വിൻഡോ ഓപ്പണായിട്ട് വരും. ഇതിൻ്റെ റിസൾട്ടാണ് ഇവിടെ ലോഡായിട്ട് വരുന്നത്. ഓക്കെ, സോ ഏതൊരു HTML ഫയലാണെങ്കിൽ HTML ഫയൽ മാത്രം ഉള്ളെങ്കിൽ നമുക്ക് ഇതുപോലെ എടുക്കാൻ സാധിക്കുന്നതാണ്. എന്നിട്ട് ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ HTML എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും അല്ലെങ്കിൽ വേണ്ട നമുക്ക് ഹെഡിങ് ക്രിയേറ്റ് ചെയ്യാം. H1 എന്ന് പറഞ്ഞ ഒരു ഹെഡിങ് ഞാനിവിടെ ക്രിയേറ്റ് ചെയ്യുവാണ്. എന്നിട്ട് ഇതിൻ്റെ അകത്ത് ഹലോ എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്തിട്ട് ജസ്റ്റ് സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് റിസൾട്ട് കാണാൻ സാധിക്കും. ഓക്കെ, ഇത് നമുക്ക് കുറച്ചും കൂടെ കൺവീനിയൻ്റ് ആയിരിക്കും. സൈഡ് ബൈ സൈഡായിട്ട് കാണാൻ സാധിക്കും. കുറച്ചും കൂടെ എളുപ്പത്തിന് വേണ്ടി ഇങ്ങനെ കൊടുത്തിരിക്കുന്നതാണ്. ഓക്കെ, സോ ഇപ്പം നിങ്ങൾ ഈ ഒരു എക്സ്റ്റൻഷൻ മാത്രം ഇൻസ്റ്റാൾ ചെയ്ത് വെക്കാം. സോ ദാറ്റ്സ് ഓൾ ഫോർ ദിസ് സെക്ഷൻ. അടുത്ത വീഡിയോയിൽ ഞാൻ ഈ HTML ഓരോ ടാഗുകൾ എന്തിനാണ് ഉപയോഗിക്കുന്നത് അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നതായിരിക്കും. സോ ദാറ്റ്സ് ഓൾ ഫോർ ദിസ് സെക്ഷൻ. സീ യു അഗൈൻ ഇൻ കമ്മിങ് ലെക്ചേഴ്സ് ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.